കൂട്ടുകാരെ, അപ്പോൾ ഇതേ ആഴ്ചയിൽ 3 ദിവസം ഞാൻ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇതേതെന്നറിയാം? ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഒരു 5-6 പറിച്ചിട്ട് പൂ പൊട്ടിച്ച് അത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് അരിച്ചടിച്ചിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊടിച്ച് കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ 3 ദിവസം കുടിച്ചാൽ അതത്ര കൂടുതൽ കുടിക്കേണ്ട, ആഴ്ചയിൽ 3 ദിവസം കുടിച്ചാൽ മതി കേട്ടോ. ശരീരത്തിന് നല്ലതാണ്. ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ സ്വാഗതം. തൊണ്ടയിലെ ഒരു കിച്ച് വന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു ജ്യൂസ് വെള്ളം കുടിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആഴ്ചയിൽ 3 പ്രാവശ്യമേ കുടിക്കത്തുള്ളൂ. ഞാൻ ദിവസവും കുടിക്കത്തില്ല കേട്ടോ, ദിവസം ഞാൻ കുടിക്കത്തില്ല. അങ്ങനെ ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ കുടിക്കുക. അപ്പം ഇന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കുമെന്ന്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്ന് കാണിച്ച് പറയാൻ വിളിച്ചു. നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളില്ലേ, അത് എടുത്ത് തിളപ്പിച്ചിട്ട് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടാണ് ഞാൻ ഇത് കുടിക്കണം. അപ്പോൾ ഇത് ആഴ്ചയിൽ 3 ദിവസമേ ഞാൻ കുടിക്കുള്ളൂ. അത് കുടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിക്ക് നല്ല ഹെൽത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടിട്ട് ഞാൻ കുടിക്കുന്നു. ഇത് മറ്റുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കുടിക്കട്ടെ. കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ടാണ് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ അടുക്കളയിലാണ്, ഈ അടുക്കളയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്ക് സ്പെഷ്യലൊന്നുമില്ല. ഇന്നലെ വച്ച അതേ സാധനം തന്നെ ഇന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ വച്ചത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് വയ്ക്കാൻ പോകണമെന്ന് പറയുമ്പോൾ വീഡിയോ ഇടത്തുമില്ല. കാരണം അടുക്കളയിലെ പാചകമല്ലേ, എന്ത് കാണാനാണ്. ഇന്ന് കറിക്ക് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല, നൊത്തോലിയാണുള്ളത്. അപ്പം നൊത്തോലിയും പിന്നെ മരിച്ചിനിയും ഇന്നലത്തെ അതേ ലൈവിൽ പറഞ്ഞ പോലെ ആ കറികൾ തന്നെയാണ്, സ്പെഷ്യലൊന്നുമില്ല. അപ്പം രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം രാവിലത്തെ പണിയെന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാക്കലാണ്. അപ്പം കാപ്പിക്കുള്ള മാവ് ദേ ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ദോശയുടെ കൂടെ ഇന്ന് കിഴങ്ങറിയാണ് വയ്ക്കാൻ പോണത്. അതും എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെട്ടെന്ന് ചെയ്യണം. പിന്നെ പിള്ളേരൊന്നും എഴുന്നേറ്റില്ല. ഇപ്പോൾ രാവിലെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെ അതൊക്കെ കഴുകിയിട്ട് ഇന്ന് ഒത്തിരി ഒന്നുമില്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് കയറാം. ആദ്യത്തെ മാവ് കോരി ഒഴിക്കുമ്പോൾ കുടിവെള്ളം തിളപ്പിച്ചിട്ട് അത് മെയിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡ്രിങ്ക് കുടിക്കും. ഏതെന്ന് പറയാം, ആഴ്ചയിൽ 3 ദിവസം അത് കഴിക്കത്തുള്ളൂ. നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഇലയല്ല, പൂ, ഒരു 5-6 പൂ പറിച്ചിട്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിനെ കുടിക്കത്തുള്ളൂ. അത് ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ കുടിക്കും, അപ്പുറം കുടിക്കത്തില്ല. ഓവറായിട്ട് ഞാൻ കുടിക്കത്തില്ല, ഏത് കാര്യവും ഓവറാക്കത്തില്ല. കാരണം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ്. അതുകൊണ്ടിട്ട് ഇനി അടുക്കളയില്ല ജോലി ചെയ്യട്ടെ ഞാൻ. അപ്പം കൂട്ടുകാരെ, ഞാൻ കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊണ്ടുവച്ച്, ചായ കട്ടനാണ്, ദോശ. അപ്പം ഞാൻ എൻ്റെ ലിയോണിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അവന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊടുത്താൽ കഴിക്കാം. പിള്ളേരാരും വന്നിട്ടില്ല, ഞാൻ എടുത്ത് വെച്ച് കഴിക്കാൻ പോവാണ്. കാരണം ഇനി അവരെ താഴെ ഇരുന്നിട്ട് എനിക്ക് എല്ലാം ഗ്യാസിൻ്റെ അസുഖം ഉണ്ടാവും. ഉണ്ടാക്കി തീരാറാവുമ്പോഴേ ഞങ്ങളിന്ന് വിളിക്കും. അപ്പം ഞാൻ ദോശയൊക്കെ എടുത്ത് വെച്ചിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. അവിടെ ദോശ എടുക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ വെളിയിൽ. ചായ ഒഴിച്ച് വയ്ക്കട്ടെ. പിന്നെ രാവിലെ അത് കുടിച്ചാലും വെള്ളം കഴിക്കുമ്പോൾ എനിക്ക് കട്ടൻ ചായ വേണം. കിഴങ്ങേറി ഞായറാഴ്ച കിട്ടുന്ന നമുക്ക് ദോശയും കിഴങ്ങ് കറിയുമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് പറയണേ. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇതെല്ലാം കഴിച്ച് ഒരു ഗുളിയൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇനി അടുത്ത അടുക്കളയിലോട്ട് കയറത്തുള്ളൂ. ഞാൻ ഓടിച്ചാടി കയറത്തില്ല. ചില സമയത്ത് ഞാൻ കാപ്പി ഉണ്ടാക്കിയ അടുപ്പിൽ ഞാൻ ചോറിന് വെള്ളം വയ്ക്കും. അത് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം ഇത് മറ്റേ വെള്ള അരിയല്ലേ, ഒരു അരമണിക്കൂറൊക്കെ മതി. അതും ഞാൻ ഒത്തിരി ഗ്യാസിലിട്ട് വയ്ക്കത്തില്ല. ഒരു തിളപ്പ് വരുമ്പോഴത്തേക്ക് റൈസ് കുക്കറിലോട്ട് വയ്ക്കും. അവിടെ ഇരിക്കും കുറേ സമയം, ഒരു 10-20 മിനിറ്റ് അവിടെ ഇരിക്കും. 20 മിനിറ്റ് അല്ല, ഒരു 30 മിനിറ്റ് അവിടെ ഇരിക്കും. അതായത് അരമണിക്കൂർ ഇരുന്നിട്ട് പിന്നെ എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് അടച്ചിടും.
അപ്പം നല്ല വെള്ള ചോറ് കിട്ടും. അതാണ് എൻ്റെ അന്നത്തെയും പണി. ഇപ്പം റേഷൻ കടയിൽ പോയാൽ ഞാൻ ചോദിക്കും വെള്ളരി ഉണ്ടോന്ന്. ദോശമാവില് ഇഞ്ചിയും കറിവേപ്പിലയും ഞാൻ മിക്സ് ചെയ്ത് അരച്ച് ചേർത്തു. അപ്പം തിന്നുമ്പോൾ ആ ഇഞ്ചിയുടെ ഇത് വേണം. ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പഴേ കൂട്ടുകാരെ ഒരു കാര്യം പറയട്ടെ, ഒരു നിമിഷം ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ ഉറക്കഴിക്കുമ്പോൾ തന്നെ ഇന്നെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടല്ല കഴിക്കുന്നത്. നമ്മൾ എഴുന്നേൽക്കുമ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ എന്താണ്, രാവിലെ കാപ്പി എന്തുണ്ടാക്കണം. അപ്പം ഇന്നലെ നമ്മൾ ചിലപ്പോൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ദോശയോ ഇഡലിയോ അപ്പമോ എന്ന് വിചാരിക്കാം. അല്ലാതെ ഗോതമ്പ് മാവാണെങ്കിൽ നാളെ രാവിലെ എന്തുണ്ടാക്കണം, പുട്ടാണോ ചപ്പാത്തിയാണോ ഭൂരിയാണോ, ആലോചിച്ച് നിന്നിട്ട് ഏറ്റവും എളുപ്പമുള്ള പണി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും ഗോതമ്പ് മാവാണെങ്കിൽ. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളൊന്നും ചിന്തിച്ചോണ്ടല്ല ഒന്നും ചെയ്യുന്നത്. നമ്മളൊന്നും ചിന്തിക്കാതെ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലും കിട്ടുന്നതാണ്. മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ ജീവിത രീതി എല്ലാം ഒന്നുപോലെ വേണം. ആരും ഒന്നും ചിന്തിച്ചോണ്ടല്ല മുന്നോട്ട് വരണത്. എല്ലാം പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതുപോലെയാണ് എൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത്. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കുന്നത്, ഒന്നും പറയുന്നത്. മനസ്സിലായ? ഞാനൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നാലും ഞാൻ ഒരുപാട് ആലോചിക്കും. സ്വയം ഒരു വീഡിയോ ഇടണമെങ്കിൽ തന്നെ ഞാൻ അത് ഒരുപാട് ആലോചിക്കും. അത് കൊള്ളാമോ, അത് വേണമോ, അത് ഇടണമോ, ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ദോശ തിന്ന് തീരാറായി. ഈ ദോശയുടെ കൂടെ ചൂട് കട്ടൻ ചായ നല്ല രുചിയാണ്. എനിക്ക് എരിവും ചൂടും കൂടെ ആകുമ്പോഴേ ഒരു വൈബ്രേഷൻ പോലെ. അപ്പൊ ഇന്ന് എല്ലാരും പുറത്തൊന്നും പോണില്ലേ അവിടെ? ഇന്ന് എന്റെ പണി ഇതൊക്കെ തന്നെ കേട്ടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഗുളിക കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുക. പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. കഴിക്കട്ടാ. ഇഞ്ചി ഇട്ടി ഞാൻ നട്ടോളത്തെ ഇഞ്ചി തന്നെ, നല്ല ഫ്രഷ് ആയിട്ട്. ദോശമാവില് ഇത്തിരി ഇഞ്ചി ചതച്ചിട്ടതാ, ഇഞ്ചി മിക്സ് ചെയ്തതാ. പക്ഷെ അത് കടിക്കാൻ കിട്ടിയ ചൂട് കട്ട ഞാൻ വയ്ക്കട്ടാ.